വിശ്വാസത്തിൽ എന്നും മുന്നേറും ഞാൻ, വിശ്വാസത്താൽ എല്ലാം ചെയ്തിടും ഞാൻ. വിശ്വാസത്തിൽ എന്നും മുന്നേറും ഞാൻ, വിശ്വാസത്താൽ എല്ലാം ചെയ്തിടും ഞാൻ. ഒന്നും അസാധ്യമായില്ല എൻ്റെ മുന്നിൽ, ഇനി ജയം എനിക്കുണ്ട്. ഒന്നും അസാധ്യമായില്ല എൻ്റെ മുന്നിൽ, ഇനി ജയം എനിക്കുണ്ട്. ഞാനൊട്ടും പിന്മാറുകില്ല, വിശ്വാസ ചുവടുകൾ മുന്നോട്ട് മുന്നോട്ട്. ആരെല്ലാം എതിർത്താലും എന്തെല്ലാം ഭവിച്ചാലും പിന്മാറുകില്ല ഇനി ഞാൻ. അധികാരത്തോടെ ഇനി കൽപ്പിക്കും ഞാൻ, പ്രതികൂലങ്ങൾ മാറിപ്പോകും. ഒന്നും അസാധ്യമായില്ല എൻ്റെ മുന്നിൽ, ഇനി ജയം എനിക്കുണ്ട്. അനർത്ഥമുണ്ടെന്നു ഞാൻ ഭയപ്പെടില്ല, തോൽവി വരുമെന്നും ഞാൻ ഭയപ്പെടില്ല. അനർത്ഥമുണ്ടെന്നു ഞാൻ ഭയപ്പെടില്ല, തോൽവി വരുമെന്നും ഞാൻ ഭയപ്പെടില്ല. ശത്രു ജയിക്കുമെന്നു, ഭാവി നശിക്കുമെന്നു ഇനിമേൽ ഞാൻ ഭയപ്പെടില്ല. ശത്രു ജയിക്കുമെന്നു, ഭാവി നശിക്കുമെന്നു ഇനിമേൽ ഞാൻ ഭയപ്പെടില്ല. ഞാനൊട്ടും പിന്മാറുകില്ല, വിശ്വാസ ചുവടുകൾ മുന്നോട്ട് മുന്നോട്ട്. ആരെല്ലാം എതിർത്താലും എന്തെല്ലാം ഭവിച്ചാലും പിന്മാറുകില്ല ഇനി ഞാൻ. അധികാരത്തോടെ ഇനി കൽപ്പിക്കും ഞാൻ, പ്രതികൂലങ്ങൾ മാറിപ്പോകും. ഒന്നും അസാധ്യമായില്ല എൻ്റെ മുന്നിൽ, ഇനി ജയം എനിക്കുണ്ട്. ഞങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധമായ നാമം മഹത്വപ്പെടുമാറാകട്ടെ. അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യർക്ക് എഴുതിയ 1-ാമത്തെ ലേഖനം 15-ാം അധ്യായം 58-ാമത്തെ വാക്യം. ആകയാൽ എൻ്റെ പ്രിയ സഹോദരന്മാരെ, നിങ്ങൾ ഉറപ്പുള്ളവരും കുലുങ്ങാത്തവരും, നിങ്ങളുടെ പ്രയത്നം കർത്താവിൽ വ്യർത്ഥമല്ല എന്ന് അറിഞ്ഞിരിക്കിയാൽ കർത്താവിൻ്റെ വേലയിൽ എപ്പോഴും വർദ്ധിച്ചു വരുന്നവരുമാകുവിൻ. ദൈവത്തിന് സ്തോത്രം. ഇംഗ്ലണ്ടിലെ ഒരു തെരുവിൽ റോഡ് പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. റോഡ് പണി നമുക്കറിയാം, ഇവിടെയും റോഡ് പണിയൊക്കെ നടക്കുന്നുണ്ട്. അവിടെ ഇവിടെയായി കാണുന്ന ചില ബോർഡുകൾ. എന്താണ് ബോർഡുകൾ? ചിലയിടത്ത് എഴുതി വെച്ചിരിക്കും ടേക്ക് ഡീവിയേഷൻ, വഴിതിരിഞ്ഞു പോവുക. കാരണം ഇവിടെ റോഡ് പണി നടക്കുന്നതുകൊണ്ട് മുൻപോട്ടുള്ള ഗമനം സാധ്യമല്ല. ടേക്ക് ഡീവിയേഷൻ, വഴിതിരിഞ്ഞു പോവുക. അതുപോലെ തന്നെ ഇംഗ്ലണ്ടിലെ തെരുവിൽ റോഡ് പണി നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരു നിർദ്ദേശമുണ്ട്, ആ കൂടെ ഒരു ഉപദേശവും കൂടെ എഴുതി വെച്ചിരിക്കുക. എഴുതി വെച്ചിരിക്കുന്നത് എന്താണെന്നറിയാമോ? ടേക്ക് ഡീവിയേഷൻ, ദിസ് ഈസ് എ ടെമ്പററി ഇൻകൺവീനിയൻസ് ഫോർ എ പെർമനന്റ് കൺവീനിയൻസ്. എന്ന് പറഞ്ഞാൽ എന്താണ്? സ്ഥിരമായ ഒരു സൗകര്യത്തിന് വേണ്ടിയിട്ടുള്ളതായ ഒരു താൽക്കാലികമായ അസൗകര്യം. പ്രിയപ്പെട്ടവർ, നിങ്ങൾക്ക് അതിൻ്റെ അർത്ഥം മനസ്സിലായോ? സ്ഥിരമായ ഒരു സൗകര്യത്തിന് വേണ്ടിയിട്ടുള്ള ഒരു താൽക്കാലികമായ അസൗകര്യം മാത്രമാണിത്. അതുകൊണ്ട് നമ്മുടെ കഷ്ടതയോർത്ത് നാം നിരാശപ്പെടണ്ട, നാം തളർന്നു പോകേണ്ട. ഇത് താൽക്കാലികമാണ്. ഇന്നത്തെ കണ്ണുനീര് താൽക്കാലികമാണ്, ഇന്നത്തെ സങ്കടം താൽക്കാലികമാണ്, ഇന്നത്തെ ദുഃഖം താൽക്കാലികമാണ്. റോമാലേഖനം 8-ാം അധ്യായം 18-ാം വാക്യം നമുക്കൊന്ന് വായിച്ച് കേൾക്കാം. അവിടെ അപ്പോസ്തലനായ പൗലോസ് റോമർക്ക് എഴുതുമ്പോൾ അപ്പോസ്തലൻ എന്താണ് പറയുന്നത്? നമ്മിൽ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ ഈ കാലത്തിലെ കഷ്ടങ്ങൾ സാരമില്ല എന്ന് ഞാൻ എണ്ണുന്നു. പ്രിയപ്പെട്ടവരെ, ഒരു വിശ്വാസിക്ക് കഷ്ടതയുടെ നടുവിൽ ധൈര്യപ്പെടാൻ ദൈവത്തിന്റെ ആത്മാവ് നമുക്ക് എഴുതി വെച്ചിരിക്കുന്ന ഒരു വചനമാണത്. എന്താണത്? നമ്മിൽ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ
ഈ കാലത്തിലെ കഷ്ടങ്ങൾ സാരമില്ല. ഈ വചനം നിങ്ങളുടെ ഹൃദയത്തിൽ കൂടെ കൂടി എന്ന് പറഞ്ഞു നോക്കി. സാരമില്ല കർത്താവേ, സാരമില്ല. കാരണം എനിക്ക് വേണ്ടി ദൈവം ഒരുക്കിയിരിക്കുന്ന ഒരു തേജസ്സുണ്ട്. ആ തേജസ്സിന് വേണ്ടി ദൈവം എന്നെ ഒരുക്കുകയാണ്. ആ തേജസ്സിലേക്ക് ദൈവം എന്നെ നടത്തുകയാണ്. അതുകൊണ്ട് ഇതൊന്നും സാരമില്ല കർത്താവേ, സാരമില്ല. ഇന്ന് കണ്ണുനീരുണ്ട്, ഇന്ന് ദുഃഖമുണ്ട്, ഇന്ന് വേദനയുണ്ട്, തോരാത്ത കണ്ണുനീരുണ്ട്, ആര് പരിഹാരം തരാത്ത അനേക വിഷയങ്ങൾ മുമ്പിൽ നിൽക്കുകയാണ്. മകനെ സാരമില്ല, മകളെ സാരമില്ല. കാരണം നിനക്ക് വേണ്ടി ദൈവം ഒരു തേജസ് ഒരുക്കി വെച്ചിട്ടുണ്ട്. ഇന്ന് കുടുംബത്തിൽ പ്രശ്നമാണ്, ഭാര്യ എതിർക്കുകയാണ്, മക്കൾ മറുതലിക്കുകയാണ്, അവർ ദൈവവഴിയിലേക്ക് വരുന്നില്ല, കുടുംബത്തിൽ എന്നും പ്രശ്നങ്ങളാണ്, അമ്മായിയമ്മ ഒരു സമാധാനം തരുന്നില്ല, മരുമകൾ ഒരു സ്വസ്ഥത തരുന്നില്ല. സഹോദരൻ, നീ നിരാശപ്പെടണ്ട, മകളെ നീ തളർന്നു പോകേണ്ട. നിനക്ക് വേണ്ടി ദൈവം ഒരു തേജസ് ഒരുക്കുന്നുണ്ട്. ആ തേജസ്സിലേക്ക് ദൈവം നിന്നെ നടത്തുകയാണ്. ഈ ഒരു വിശ്വാസം നമുക്ക് വന്നാൽ കഷ്ടത സാരമില്ല എന്നെണ്ണുവാൻ നമുക്കും കഴിയും. പ്രിയപ്പെട്ടവർ, അപ്പോസ്തലൻ പറഞ്ഞതുപോലെ മാത്രമല്ല, എനിക്കും കഴിയും. നമ്മുടെ ഹൃദയം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും, കർത്താവേ, വരുവാനുള്ള, നമ്മിൽ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ ഈ കാലത്തിലെ കഷ്ടങ്ങൾ സാരമില്ല. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ഹൃദയത്തിലെ വചനം കുറിച്ചിടണം. ദൈവവചനം നിങ്ങളുടെ ഹൃദയത്തിൽ ഇങ്ങനെ വ്യാപരിച്ചുകൊണ്ടിരിക്കണം. അപ്പോസ്തലൻ പറയും, ദൈവത്തിൻ്റെ വചനം നിങ്ങളുടെ ഹൃദയത്തിൽ വ്യാപരിച്ചുകൊണ്ടിരിക്കുക. എന്താ വചനം വ്യാപരിച്ചുകൊണ്ടിരിക്കുക എന്ന് പറഞ്ഞാൽ, ഈ വചനം ജീവന്റെ വചനമാണ്. ഈ വചനം പ്രവർത്തിച്ചുകൊണ്ടിരിക്കും നമ്മുടെ ഹൃദയത്തിൽ. ഈ വചനം നമുക്ക് പ്രത്യാശ തരും, ഈ വചനം നമുക്ക് ധൈര്യം തരും. നിങ്ങൾ ഈ വചനം ഒന്ന് കാണാതെ പഠിക്കൂ. നമ്മിൽ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ ഈ കാലത്തിലെ കഷ്ടങ്ങൾ സാരമില്ല, സാരമില്ല, സാരമില്ല. കടബാധ്യത സാരമില്ല, രോഗം സാരമില്ല. കാരണം ഇത് താൽക്കാലികമാണ്, ഇത് നിമിഷ നേരത്തേക്കേ ഉള്ളൂ. ഇത് നമുക്ക് നിലനിൽക്കുന്ന ഒരു നഗര സ്വർഗത്തിലുണ്ട്. ഒരു തേജസ്സിന് വേണ്ടി ദൈവം എന്നെ ഒരുക്കുകയാണ്. എന്നെ എന്തിനാണ് ഈ തീച്ചുളയിൽ കൂടി കടത്തിവിടുന്നത്? എന്നെ ശുദ്ധീകരിച്ച് ആ നിത്യ തേജസ്സിന് വേണ്ടി എന്നെ ഒരുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോസ്തലനായ പൗലോസ് വീണ്ടും കൊരിന്ത്യർക്ക് എഴുതിയ 2-ാമത്തെ ലേഖനം 4-ാം അധ്യായം 16 മുതലുള്ളതായ ചില വാക്യം വായിക്കാം. അതുകൊണ്ട് ഞങ്ങൾ അധൈര്യപ്പെടാതെ ഞങ്ങളുടെ പുറമേയുള്ള മനുഷ്യർ ക്ഷയിച്ചു പോകുന്നുവെങ്കിലും ഞങ്ങളുടെ അകമേയുള്ളവൻ നാൾക്ക് നാൾ പുതുക്കം പ്രാപിക്കുന്നു. നൊടി നേരത്തേക്കുള്ള ഞങ്ങളുടെ ലഘുവായ കഷ്ടം. പ്രിയപ്പെട്ടവരെ, അപ്പോസ്തലൻ പറയുകയാണ്, നൊടി നേരത്തേക്കുള്ള ഞങ്ങളുടെ ലഘുവായ കഷ്ടം. ഒരു നൊടി നേരത്തേക്കുള്ള ഈ കഷ്ടമല്ല. നമ്മുടെ നിത്യത വെച്ച് നോക്കുമ്പോൾ നൊടി നേരത്തേക്കുള്ള ലഘുവായ കഷ്ടം അത്യന്തം അനവധിയായി തേജസ്സിന്റെ നിത്യഘനം ഞങ്ങൾക്ക് കിട്ടുവാൻ ഹേതുവാകുന്നു. അതൊരു മുഖാന്തരമാണെന്നാണ് പറയുന്നത്. നൊടി നേരത്തേക്കുള്ള ഈ ലഘുവായ കഷ്ടമുണ്ടല്ലോ, അത് നിത്യ തേജസ്സിനു വേണ്ടി എനിക്കത് കിട്ടുവാൻ അതൊരു മുഖാന്തരമാണെന്ന് ഈ കഷ്ടത. പ്രിയപ്പെട്ടവരെ, പിന്നെ നാം എങ്ങനെയാ കഷ്ടത ഒഴിവാക്കുന്നത്? പിന്നെ നാം കഷ്ടത ഒഴിവാക്കുകയില്ല, ദുരിതം വരുമ്പോൾ നിരാശപ്പെടുകയില്ല. ഒന്നുകൂടെ വാക്യം ഒന്ന് വായിക്കാമോ? നൊടി നേരത്തേക്കുള്ള ഞങ്ങളുടെ ലഘുവായ കഷ്ടം അത്യന്തം അനവധിയായി തേജസ്സിന്റെ നിത്യഘനം ഞങ്ങൾക്ക് കിട്ടുവാൻ. തേജസ്സിന്റെ നിത്യഘനം, അപ്പോസ്തലൻ എഴുതിയിരിക്കുന്ന ആ വാക്കുകളുടെ ഘനം ഒന്നുകൂടെ വായിക്കാമോ വാക്യം? നൊടി നേരത്തേക്കുള്ള ഞങ്ങളുടെ ലഘുവായ കഷ്ടം. പ്രിയപ്പെട്ടവരെ, ആ പദപ്രയോഗം നിങ്ങൾ ശ്രദ്ധിച്ചോ? നൊടി നേരത്തേക്കുള്ള ലഘുവായ കഷ്ടം അത്യന്തം അനവധിയായി തേജസ്സിന്റെ നിത്യഘനം ഞങ്ങൾക്ക് കിട്ടുവാൻ അതൊരു ഖേതുവാണ് എന്ന്. അതുകൊണ്ട് നാം കഷ്ടതയിൽ നിരാശപ്പെടുകയില്ല. ഇന്ന് അനേകർ നിരാശപ്പെട്ടിരിക്കുകയല്ലേ, എനിക്കിങ്ങനെ വന്നല്ലോ, എനിക്കിങ്ങനെ സംഭവിച്ചല്ലോ, ദൈവം എന്താ എനിക്കിങ്ങനെ വരുത്തിയത്, എൻ്റെ ദുഃഖം കാണാത്തത് എന്താണ്, ദൈവം എന്താ എനിക്കൊരു പരിഹാരം തരാത്തത്, എൻ്റെ കാര്യത്തിൽ ദൈവം എന്താ ഇടപെടാത്തത്, എൻ്റെ കാര്യത്തിൽ കർത്താവിൻ്റെ കരമൊന്നും എടുക്കാത്തത് എന്താ? മകനെ, നീ നിരാശപ്പെട്ടിരിക്കുകയാണോ? നീ നിരാശപ്പെടണ്ട. നിന്നെ അത്യന്തം ആ നിത്യ തേജസ്സിനു വേണ്ടി ദൈവം നിന്നെ ഒരുക്കുകയാണ്. അതിനൊരു മുഖാന്തരമാണ് ഈ കഷ്ടത. പ്രിയപ്പെട്ടവർ, ഈ കാഴ്ചപ്പാട് നാം കിട്ടിയാൽ നമ്മുടെ ഹൃദയം പാടുമോ? ഇനി നമ്മുടെ ഹൃദയം തളരുമോ? 1 പത്രോസ് 5:10 എന്നാൽ അല്പകാലത്തേക്ക് കഷ്ടം സഹിക്കുന്ന നിങ്ങളെ ക്രിസ്തുവിൽ തന്റെ നിത്യ തേജസ്സിനായി വിളിച്ചിരിക്കുന്ന സർവകൃപാലുവായ ദൈവം തന്നെ യഥാസ്ഥാനപ്പെടുത്തി. പ്രിയപ്പെട്ടവരെ, നമ്മെ വിളിച്ച നിത്യ തേജസ്സിനു വേണ്ടി നമ്മൾ വിളിച്ചൊരു ദൈവമുണ്ട്.
അവനെ അറിയാം നമ്മളെ എങ്ങനെ തേച്ചു മിനുക്കി എടുക്കാമെന്ന്. അതുകൊണ്ട് നിങ്ങളാരും കഷ്ടതയിൽ തളർന്നു പോകരുത് കേട്ടോ പ്രിയപ്പെട്ടവർ, കഷ്ടതയിൽ തളർന്നു പോകരുത്. നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിലുണ്ട് കുരിശിൻ്റെ അനുഭവങ്ങൾ. 2 തരത്തിലുള്ള കുരിശാണുള്ളത്. ഒന്ന് എൻ്റെ കുരിശ്, ദൈവം എനിക്ക് അനുവദിച്ചിരിക്കുന്ന ആ കുരിശുണ്ട് എനിക്ക്. അതിന് നീളം കുറയ്ക്കരുതെന്ന് യോഹന്നാൻ സാർ ഒരു പാട്ടിൽ പാടിയിട്ടുണ്ട്. ദൈവം എനിക്ക് അനുവദിച്ചിരിക്കുന്ന കുരിശാണത്. ആ ദൈവം അറിഞ്ഞതിന് തന്നിരിക്കുന്നതാണ്. അത് നാം ഒഴിവാക്കാൻ നോക്കരുത്. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, നിങ്ങളിൽ ഒരുവൻ എൻ്റെ പിന്നാലെ വരുവാൻ ഇച്ഛിച്ചാൽ തന്നെത്താൻ ത്യജിച്ച് തൻ്റെ ക്രൂശ് എടുത്തുകൊണ്ട് എൻ്റെ പിന്നാലെ വരട്ടെ എന്ന്. നമുക്ക് ദൈവം തന്നിരിക്കുന്നതായ ആ കുരിശും ചുമന്നുകൊണ്ട് സന്തോഷത്തോടെ കർത്താവിൻ്റെ പിന്നാലെ പോകണം. അതാണ് ഒന്നാമത്തെ കുരിശ്. ഈ കുരിശ് സന്തോഷത്തോടെ ചുമന്നുകൊണ്ട് തന്നെ രണ്ടാമത്തെ കുരിശ്, അത് യേശുവിൻ്റെ കുരിശാണ്. യേശുവിൻ്റെ കുരിശ് നാം താങ്ങുന്നവരായിരിക്കണം. നമ്മുടെ കുരിശ് സന്തോഷത്തോടെ വഹിച്ചുകൊണ്ട് തന്നെ യേശുക്രിസ്തുവിൻ്റെ ക്രൂശ് താങ്ങുന്നവരായിരിക്കണം എന്നാണ്. പ്രിയപ്പെട്ടവരെ, ഇതാണ് യഥാർത്ഥ ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത്. അല്ലാതെ ക്രിസ്തീയ ജീവിതം എന്ന് അനേകർ ചിന്തിക്കുന്നത് പ്രശ്നങ്ങളൊന്നുമില്ല, പ്രതിസന്ധികളില്ല, സുഖമായിട്ട് ആടിപ്പാടി സന്തോഷമായിട്ട്, രോഗമില്ല, സന്തോഷമായിട്ട് ജീവി അല്ല പ്രിയപ്പെട്ടവരെ, അതല്ല. കർത്താവ് തന്നെ പറഞ്ഞു, ഇടുക്കുവാതിലൂടെ കടപ്പാൻ പോരാടുവീൻ. പലരും കടപ്പാൻ നോക്കും, കഴിയില്ല താനും. എന്താ കർത്താവിൻ്റെ വചനമാണ്, വചനം മാറില്ലല്ലോ. ഇടുക്കുവാതിലൂടെ കടപ്പാൻ പോരാടുവീൻ. പലരും കടപ്പാൻ നോക്കും, കഴിയില്ല താനും. ഇത് ഇടുക്കമുള്ള വഴിയാണ്, ഞെരുക്കമുള്ള പാതയാണ്. പക്ഷേ ഒരാശ്വാസം എന്താണെന്നറിയാമോ? ഒരാശ്വാസമുണ്ട്. ദൈവത്തിന് സ്തോത്രം. നാം ഏകരായിട്ടിരുന്ന് നമ്മുടെ ഈ വേദനാവിഷയങ്ങളെല്ലാം കുരിശിൻ്റെ ചുവട്ടിൽ നാം ഇറക്കി വയ്ക്കുമ്പോൾ നമ്മുടെ അടുക്കൽ ഒരുപക്ഷെ നമ്മുടെ ഭാര്യ വന്നെന്നിരിക്കില്ല, നമ്മുടെ ഭർത്താവ് വന്നെന്നിരിക്കില്ല, മക്കൾ വന്നെന്നിരിക്കില്ല. പക്ഷേ യേശു നമ്മുടെ അരികത്ത് വന്ന്, എന്താ കുഞ്ഞെ നീ കരയുന്നതെന്ന് നമ്മോട് ചോദിക്കുന്നൊരു ക്രിസ്തുവുണ്ട് പ്രിയപ്പെട്ടവരെ. ഈ വർഷത്തെ നമ്മുടെ പുതിയ പാഠപുസ്തകത്തിലെ 11ാമത്തെ പാട്ടിൽ, ഞാൻ രാത്രിയാമങ്ങളിൽ എൻ്റെ വേദനാ വിഷയങ്ങളുമായി ക്രിസ്തുവിൻ്റെ പാദപീഠത്തിലിരിക്കുമ്പോൾ, എൻ്റെ കണ്ണ് നനയുമ്പോൾ, ഒരുപക്ഷെ അതെൻ്റെ ഭാര്യ കണ്ടെന്നിരിക്കില്ല, എൻ്റെ മക്കൾ കണ്ടെന്നിരിക്കില്ല, എൻ്റെ ഭർത്താവ് കണ്ടെന്നിരിക്കില്ല, എൻ്റെ അപ്പം കണ്ടെന്നിരിക്കില്ല, എൻ്റെ അമ്മ കണ്ടെന്നിരിക്കില്ല. എന്നാൽ എൻ്റെ അരികത്തോടി വന്ന്, കുഞ്ഞെ നീ എന്തിനാ കരയുന്നേ? എന്താ നിൻ്റെ വിഷയം? നീ എന്തിനാ നിൻ്റെ മുഖം പാടുന്നത്? നീ എന്തിനാ വേദനിക്കുന്നത്? നീ എന്തിനാ വാടിയിരിക്കുന്നത് എന്ന് ചോദിക്കുന്ന ഒരു ജീവനുള്ള ക്രിസ്തു ഉണ്ട് പ്രിയപ്പെട്ടവരെ. അവനെത്ര നല്ലവനാണ്. അവനെ അനുഭവിക്കുന്നവരല്ലേ നിങ്ങൾ? ഇല്ലെങ്കിൽ നിങ്ങൾ ഇന്നു മുതൽ നിങ്ങളുടെ വേദനാ വിഷയങ്ങളുമായി നിങ്ങൾ രാത്രിയാമങ്ങളിൽ യേശുവിൻ്റെ കുരിശിന് ചൂടിലിരിക്കൂ പ്രിയപ്പെട്ടവരെ. ഈ ഭൂമിയിൽ ആരോടും പറഞ്ഞിട്ട് ഒരു പ്രയോജനവുമില്ല. ഒരുപക്ഷെ ഈ കൂട്ടായ്മയിലെ ദൈവമക്കൾക്കും നിങ്ങളെ സഹായിക്കാൻ കഴിയില്ല. പക്ഷേ നിങ്ങളെ സഹായിക്കാൻ കഴിവുള്ള ഒരുവനുണ്ട്. അവനത്ര യേശു ക്രിസ്തു. അവനിന്നും ജീവിക്കുന്നവനാണ്. അവൻ ഇപ്പോൾ നിങ്ങളുടെ അരികത്തൂടെ നടക്കുന്നുണ്ട്. അവൻ നിങ്ങളുടെ കണ്ണുനീരൊപ്പുന്നവനാണ്. അവൻ നിങ്ങളുടെ തലയിൽ കരം വെച്ച് നിങ്ങളെ ആശ്വസിപ്പിക്കുന്നവനാണ്. യേശു എത്ര നല്ലവനാണ് പ്രിയപ്പെട്ടവർ. യേശു എത്ര നല്ലവനാണ്. ഞാൻ തിയോളജിയല്ല പ്രസംഗിക്കുന്നത്, എനിക്ക് തിയോളജി അറിഞ്ഞുകൂടാ. പക്ഷേ എനിക്കൊരു യേശുവിനെ അറിയാം. എൻ്റെ കണ്ണുനീർ തുടയ്ക്കുന്ന, എന്നെ ആശ്വസിപ്പിക്കുന്ന, എന്നെ നടത്തുന്ന ഒരു നല്ല യേശുവിനെ എനിക്ക് പരിചയമുണ്ട് പ്രിയപ്പെട്ടവരെ. അവൻ നല്ലവനാണ്. ആ യേശു ഇന്നും ജീവിക്കുന്നുണ്ട്. അവൻ വിശ്വസ്തനാണ്. അവൻ നിങ്ങളുടെ അടുക്കലേക്ക് ഇറങ്ങി വരുന്നവനാണ്. അവൻ നിങ്ങളുടെ കണ്ണുനീര് തുടയ്ക്കുന്നവനാണ്. ഈ യേശു വിശ്വസ്തനാണ്. നിങ്ങൾ ആ യേശുവിനെ മുറുകെ പിടിക്കൂ. നിങ്ങൾ ആ യേശുവിനെ വിളിക്കൂ. നിങ്ങൾ ആ യേശുവിനെ സ്നേഹിക്കൂ. നിങ്ങൾ ആ യേശുവിന് വേണ്ടി നിങ്ങളുടെ ഹൃദയം തുറന്നു കൊടുക്കൂ. നിങ്ങളുടെ ഹൃദയത്തിലേക്ക് യേശു നിങ്ങളുടെ ഉടയവനും ഉടമസ്ഥനും നാഥനുമായി വരട്ടെ. നിങ്ങളുടെ കഷ്ടതയ്ക്കെല്ലാം കർത്താവ് ഒരു പരിഹാരം തരും പ്രിയപ്പെട്ടവർ. ദൈവത്തിന് സ്തോത്രം. ഈ ലോകത്തിലെ കഷ്ടതകൾ സാരമില്ല എന്നാണ് അപ്പോസ്തലൻ പറയുന്നത്. സാരമില്ല, നമുക്ക് യേശുവിൻ്റെ ക്രൂശ് താങ്ങുന്നവരാകാം. യേശുവിൻ്റെ ക്രൂശ് നാം താങ്ങാൻ തുടങ്ങിയാൽ നമ്മുടെ ഈ ഭൗതികമായ കുരിശിൻ്റെ ഭാരമെല്ലാം കർത്താവ് കുറച്ച് തരും. സമയത്ത്, വേണ്ട സമയത്ത്, തക്ക സമയത്ത് അവൻ പ്രവർത്തിക്കും പ്രിയപ്പെട്ടവരെ. നിങ്ങളാരും നിരാശപ്പെടണ്ട. നിങ്ങൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നം എത്ര വലുതുമായിക്കോട്ടെ, എന്നാൽ അതിനേക്കാൾ വലിയവനാണ് നമ്മുടെ ദൈവം. അവൻ്റെ പേര് എൽഷാദായി എന്നാണ്. എൽഷാദായി എന്ന് പറഞ്ഞാൽ എന്താണ്? ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്, നമ്മുടെ ആവശ്യങ്ങളെക്കാൾ വലിയവനാണ് നമ്മുടെ ദൈവം. നമ്മുടെ ആവശ്യം എന്തുമായിക്കൊള്ളട്ടെ, പക്ഷേ അതിനേക്കാൾ വലിയവനായൊരു ദൈവമുണ്ട്. അവൻ്റെ പേരാണ് എൽഷാദായി. പ്രിയപ്പെട്ടവരെ, ഈ ഒരു വിശ്വാസം നമുക്ക് കിട്ടിയാലുണ്ടല്ലോ, നമ്മുടെ ജീവിതം ജയിച്ചു. ഒരു കാര്യത്തിലും നിരാശപ്പെട്ടു പോവുകയില്ല, തളർന്നു പോവുകയില്ല. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് ജീവിതത്തിലെ കഷ്ടതകളിലേക്ക് നോക്കി നിങ്ങൾ ആരും
നിരാശപ്പെടരുത്, ക്രൂശിലേക്ക് നോക്കുക. നമുക്ക് ആദ്യം വായിച്ച വാക്യം ഒന്നുകൂടെ വായിക്കാം. 1 കൊരിന്ത്യർ ലേഖനം 15-ാം അധ്യായം 58-ാമത്തെ വാക്യം. ആകയാൽ എൻ്റെ പ്രിയ സഹോദരന്മാരെ, അപ്പോസ്തലൻ ഇവിടെ പറയുകയാണ്, കൊരിന്തിലെ വിശ്വാസികളെ ഉറപ്പിച്ചും ധൈര്യപ്പെടുത്തിയും കൊണ്ട് പറയുകയാണ്, ആകയാൽ എൻ്റെ പ്രിയ സഹോദരന്മാരെ, നിങ്ങൾ ഉറപ്പുള്ളവരും, 1 നിങ്ങൾ ഉറപ്പുള്ളവരായിരിക്കണം, കുലുങ്ങാത്തവരും, 2 നിങ്ങൾ കുലുങ്ങാത്തവരായിരിക്കണം. നിങ്ങളുടെ പ്രയത്നം കർത്താവിൽ വ്യർത്ഥമല്ലെന്ന് അറിഞ്ഞിരിക്കിയാൽ കർത്താവിന്റെ വേലയിൽ എപ്പോഴും വർദ്ധിച്ചു വരുന്നവരും. പ്രിയപ്പെട്ടവരെ, നമ്മെക്കുറിച്ചുള്ള ദൈവത്തിന്റെ ഒരു ഹിതമാണിത്. ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്ന ഇതാണ്, സഹോദരന്മാരെ, നിങ്ങൾ ഉറപ്പുള്ളവരായിരിക്കണം, നിങ്ങൾ കുലുങ്ങാത്തവരായിരിക്കണം, നിങ്ങൾ കർത്താവിന്റെ വേലയിൽ വർദ്ധിച്ചു വരുന്നവരായിരിക്കണം. കർത്താവിന്റെ വേലയിൽ വർദ്ധിച്ചു വരണം. ഈ വർഷം നമ്മുടെ ജീവിതം നമുക്ക് കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി സമർപ്പിക്കാം. എന്നാലാവുന്നത്, എനിക്ക് സാധിക്കുന്നത്, എനിക്ക് എന്ത് സാധിക്കുമോ അതിനുവേണ്ടി ഞാൻ എന്നെ തന്നെ സമർപ്പിക്കുകയാണ് എന്ന്. പ്രിയപ്പെട്ടവരെ, ഈ വാക്യം തുടങ്ങുന്നത് അതൊരു ക്ലോസ് വെച്ചിട്ടാണ്, ആകയാൽ. അപ്പം അതിനു മുമ്പ് എന്തോ അപ്പോസ്തലൻ പറഞ്ഞിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ഉറപ്പുള്ളവരായിരിക്കാൻ പറഞ്ഞത്? എന്തുകൊണ്ടാണ് കുലുങ്ങരുതെന്ന് പറഞ്ഞത്? എന്തുകൊണ്ടാണ് കർത്താവിൻ്റെ വേലയിൽ വർദ്ധിച്ചു വരണമെന്ന് പറഞ്ഞത്? അതിനു മുമ്പ് എന്തോ അപ്പോസ്തലൻ പറഞ്ഞിട്ടുണ്ട്. 51-ാമത്തെ വാക്യം വായിക്കുമ്പോൾ, ഞാൻ ഒരു മർമ്മം നിങ്ങളോട് പറയാം. അപ്പോസ്തലൻ ഒരു മർമ്മം, ഒരു മിസ്റ്ററി നമ്മൾക്ക് പറഞ്ഞു തരികയാണ്, ഒരു മർമ്മം പറഞ്ഞു തരികയാണ്. എന്താണ് മർമ്മം? നാം എല്ലാവരും നിദ്ര കൊള്ളുകയില്ല, നാം എല്ലാവരും നിദ്ര കൊള്ളുകയില്ല, എന്നാൽ അന്ത്യകാഹളനാദത്തിങ്കൽ പെട്ടെന്ന് കണ്ണിമിക്കുന്നതിനിടയിൽ നാം എല്ലാവരും രൂപാന്തരപ്പെടും. പ്രിയപ്പെട്ടവരെ, നാം രൂപാന്തരപ്പെടേണ്ടവരാണ്. നമ്മുടെ ഈ ദ്രവത്വമുള്ള ശരീരത്തിൽ നിന്ന് അദ്രവത്വമായ ഒരു ശരീരത്തിലേക്ക്, രൂപാന്തരപ്പെട്ട ശരീരത്തിലേക്ക് നാം എല്ലാം മാറേണ്ടവരാണ്. നാം രൂപാന്തരപ്പെടേണ്ടവരാണ്. അതുകൊണ്ടാണ് അപ്പോസ്തലൻ പറഞ്ഞത്, നിങ്ങൾ ഉറപ്പുള്ളവരായിരിക്കും, നിങ്ങൾ നല്ല ധൈര്യമുള്ളവരായിരിക്കണം, നിങ്ങളാരും കുലുങ്ങിപ്പോകരുത്, നിങ്ങളാരും നിരാശപ്പെട്ടു പോകരുത്, ഞാൻ അനാഥനാണല്ലോ നിങ്ങൾ ചിന്തിക്കരുത്. നാം രൂപാന്തരപ്പെടാനുള്ളവരാണ്. ഇന്ന് ഈ ശരീരത്തിൽ അംഗവൈകല്യങ്ങളുണ്ട്, സൗന്ദര്യം കുറവായിരിക്കാം, ത്വക്കൊരു പക്ഷേ കറുത്തതായിരിക്കാം, പല പോരായ്മകളും ബലഹീനതകളും എല്ലാം നമുക്കുണ്ടായിരിക്കാം. സഹോദരൻ സാരമില്ല, മകളെ സാരമില്ല, നീ രൂപാന്തരപ്പെടാനുള്ളതാണ്. ക്രിസ്തുവിൻ്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപമായി രൂപാന്തരപ്പെടുന്നൊരു സമയം നമുക്കുണ്ട്. അതിനുവേണ്ടി ദൈവം നമ്മെ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് അപ്പോസ്തലൻ പറഞ്ഞത്, നിങ്ങൾ തളർന്നു പോകരുത്, നല്ല ഉറപ്പുള്ളവരായിരിക്കും. എന്താ പ്രിയപ്പെട്ട ഒരു ഉറപ്പ്? നമ്മുടെ വിദ്യാഭ്യാസമല്ല, നമ്മുടെ ആരോഗ്യമല്ല, നമ്മുടെ കുടുംബ മഹിമയല്ല, നമ്മുടെ പാരമ്പര്യമല്ല, നമ്മുടെ സമ്പത്തല്ല, നമ്മുടെ ജോലിയുടെ മഹിമയല്ല, ക്രിസ്തുവിലുള്ളതായ ഉറപ്പ്. ക്രിസ്തുവിലുള്ളതായ ഉറപ്പ്. നിങ്ങൾ ഉറപ്പുള്ളവരും കുലുങ്ങാത്തവരും, നിങ്ങളുടെ പ്രയത്നം കർത്താവിൽ വ്യർത്ഥമല്ല എന്നറിഞ്ഞിരിക്കയാൽ നിങ്ങൾ കർത്താവിൻ്റെ വേലയിൽ എപ്പോഴും വർദ്ധിച്ചു വരുന്നവരാകുന്നു. 1 നാം രൂപാന്തരപ്പെടാനുള്ളവരാണ്. 2 തുടർന്നായിട്ട് വായിച്ചേ. കാഹളം ധ്വനിക്കും, മരിച്ചവർ അക്ഷയരായി ഉയർക്കുകയും നാം രൂപാന്തരപ്പെടുകയും ചെയ്യും. ഈ ദ്രവത്വമുള്ളത് അദ്രവത്വത്തെയും ഈ മർത്യമായത് അമർത്യത്വത്തെയും ധരിക്കണം. പ്രിയപ്പെട്ടവർ, ഈ മർത്യമായ, മരിക്കാനുള്ള, നശിക്കാനുള്ള, നാശയോഗ്യമായ ശരീരം വിട്ട് അമർത്യത്വത്തെ ധരിക്കുന്നതായ ഒരു സമയമുണ്ട്. 1 നാം രൂപാന്തരപ്പെടാനുള്ളവരാണ്. 2 നാം പറക്കാനുള്ളവരാണ്, നാം പറന്നു പോകാനുള്ളവരാണ്. പ്രിയപ്പെട്ടവരെ, സഹോദരിമാരെ, നിങ്ങളെങ്ങനെ ചിന്തിക്കുന്നുണ്ടോ? ഞാനിവിടെ കിടക്കേണ്ടവനല്ല, ഞാൻ പറക്കാനുള്ളവളാണ്, ഞാൻ പറന്നു പോകാനുള്ളവനാണ്. എൻ്റെ യേശുവിൻ്റെ കാഹള ശബ്ദം കേൾക്കുമ്പോൾ ഞാനും പറന്നു പോകാനുള്ളവനാണ്. പ്രിയപ്പെട്ടവരെ, ഇത് ഈ ഒരു ബോധ്യം, ഈ ഒരു വിശ്വാസം നമ്മുടെ ഉള്ളിൽ കിട്ടിയാൽ ഇതൊന്നും, ഈ ലോകത്തിലെ ചപ്പ് ചവറുകളൊന്നും സാരമില്ല എന്ന് എണ്ണാൻ കഴിയും. അപ്പോസ്തലൻ വെറുതെയാണോ ധൈര്യത്തോടെ കർത്താവിന് വേല ചെയ്തത്? എല്ലാം സഹിച്ചത് വെറുതെയാണോ? വേണമെങ്കിൽ സുഖമായിട്ട് ജീവിക്കാൻ വയ്യായിരുന്നു. സമ്പത്തില്ലാത്തതുകൊണ്ട് വന്നതാണോ യേശുവിൻ്റെ വഴിയിലേക്ക്? ആരോഗ്യമില്ലാത്തതുകൊണ്ട് വന്നതാണോ? പേരിനും പ്രശസ്തിക്കും വേണ്ടി വന്നതാണോ? എല്ലാം ഉപേക്ഷിച്ചിട്ടാണ് വന്നത്. അപ്പോസ്തലൻ പറഞ്ഞു, ഇതെല്ലാം ഞാൻ ചപ്പെന്നും ചവറെന്നും എണ്ണുന്നാണ് പറഞ്ഞത്. കാരണം എന്താ? ഈ ഒരു വിശ്വാസം കിട്ടി. ഞാൻ രൂപാന്തരപ്പെടാനുള്ളവനാണ്, ഞാൻ പറക്കാനുള്ളവനാണ്. അതുകൊണ്ട് അപ്പോസ്തലൻ 2 കൊരിന്ത്യർ 5-ാം അധ്യായത്തിൽ പറയും, കൂടാരമായ ഞങ്ങളുടെ ഭവനം അഴിഞ്ഞു പോയാൽ കൈപ്പണിയല്ലാത്ത നിത്യഭവനമായി ദൈവത്തിന്റെ ദാനമായ ഒരു കെട്ടിടം ഞങ്ങൾക്ക് സ്വർഗത്തിലുണ്ടെന്ന് അറിയുന്നു. ഈ ഒരു ഉറപ്പുണ്ടായിരുന്നു അപ്പോസ്തലന്. അതുകൊണ്ടാണ് അപ്പോസ്തലൻ ധൈര്യത്തോടെ യേശുവിൻ്റെ കുരിശ് ചുമന്നത്. പ്രിയപ്പെട്ടവരെ, നാം ഒരു വിധിയിലേക്കല്ല യാത്ര ചെയ്യുന്നത്,
സത്യമായൊരു യാഥാർത്ഥ്യത്തിന്റെ പിന്നാലെയാണ് ഇന്ന് പോകുന്നത്. യേശു ജീവിക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ്. അവന് വേണ്ടി ജീവിക്കുന്നതാണ് ഏറ്റവും വലിയ ഭാഗ്യമെന്ന് പറയുന്നത്. അതുകൊണ്ടല്ലേ കർത്താവിൻ്റെ അപ്പോസ്തലന്മാർ എല്ലാം ത്യജിച്ച് യേശുവിൻ്റെ പിന്നാലെ പോയത്? അതുകൊണ്ടല്ലേ പ്രിയപ്പെട്ടവരെ? എല്ലാം വിട്ട് അവൻ്റെ പിന്നാലെ പോയത് അതുകൊണ്ടല്ലേ? ഈ യാഥാർത്ഥ്യം അവർക്ക് മനസ്സിലായി. ഒരു ചെറിയ പനി വരുമ്പോൾ, കുഞ്ഞുങ്ങൾക്ക് എന്തെങ്കിലും ഒരു അസുഖം വരുമ്പോൾ, പരീക്ഷയിൽ ഒരു പരാജയം വരുമ്പോൾ, ഒരു തോൽവി സംഭവിച്ചാൽ നിരാശപ്പെട്ട് ആത്മീയം വിട്ടു പോയവരല്ല അവർ ധീരനായിരുന്നു. കാരണം അവർ യേശുവിനെ പിടിച്ചവരായിരുന്നു. യേശുവിൻ്റെ ക്രൂശിൻ്റെ ദർശനം കിട്ടിയവരായിരുന്നു. അപ്പോസ്തലൻ പറയുകയാണ്, കൊരിന്ത്യയിലെ ദൈവമക്കളെ, നിങ്ങൾ രൂപാന്തരപ്പെടാനുള്ളവരാണ്, നിങ്ങൾ പറക്കാനുള്ളവരാണ്, നിങ്ങളിവിടെ കഴിയേണ്ടവരല്ല. നമ്മുടെ ഈ ലോക ജീവിതം ഇത് താൽക്കാലികമാണ്. ഇവിടെ നാം കഴിയേണ്ടവരല്ല, ഇതിൽ പറ്റിപ്പിടിച്ചിരിക്കേണ്ടവരല്ല. കാഹള ശബ്ദം കേൾക്കുമ്പോൾ പറക്കേണ്ടവരാണ് നമ്മൾ ഓരോരുത്തരും. സഹോദരി, നീ പറക്കാൻ ഒരുങ്ങിയോ? സഹോദര, നീ പറക്കാൻ ഒരുങ്ങിയോ? എത്രയോ നാളായി വചനം കേൾക്കുന്നു. ഒരു പ്രാഗൽഭ്യം ഹൃദയത്തിലുണ്ടോ? ഏത് സമയത്ത് എൻ്റെ യേശുവിൻ്റെ കാഹള ശബ്ദം കേട്ടാൽ ഞാൻ പറന്നു പോകും. എൻ്റെ ഭാര്യയെ കൂട്ടച്ചേർക്കാൻ ആ സമയത്ത് നേരമില്ല. എൻ്റെ ഭർത്താവ് കർത്താവിന് വേല ചെയ്യുന്ന ആളാണല്ലോ, ഭർത്താവ് പ്രസംഗിക്കുന്ന ആളാണല്ലോ. പ്രിയപ്പെട്ട സഹോദരി, ഇതിനൊന്നും നേരമില്ല. നൊടിയിടയിൽ ഇതെല്ലാം സംഭവിക്കും. പ്രിയപ്പെട്ടവരെ, നാം സത്യം കേട്ടവരല്ലേ, സത്യം അറിഞ്ഞവരല്ലേ. ഞാനും വളരെ ഭയത്തോടെയാണ് ഇത് പറയുന്നത്. ഞാൻ പറക്കുമോ? അത് ഇവിടെ കൈവിടപ്പെട്ട് പോവോ? ഈ സത്യമൊക്കെ കേട്ടിട്ടും, ഈ സത്യമൊക്കെ അറിഞ്ഞിട്ടും, ഈ സനാതനമായ നിത്യസത്യത്തിന് മുമ്പിൽ വന്ന് ഇതെല്ലാം കേട്ടിട്ടും ഞാൻ പറക്കാൻ ഒരുങ്ങിയോ? അതെയോ ഇന്നും ഈ ലോകത്തിലെ ചില ചരടുകൾ കൊണ്ട്, ചില കയറുകൾ കൊണ്ട് എന്നെ പിശാച് ബന്ധിച്ചിരിക്കുകയാണോ? ലോത്തിന്റെ ഭാര്യ അനുഗ്രഹിക്കപ്പെട്ട ഒരു കുടുംബത്തിലേക്ക് വന്നതായിരുന്നു. വിശ്വാസികളുടെ പിതാവായ അബ്രഹാമിന്റെ സഹോദരപുത്രനായ ലോത്തിന്റെ ഭാര്യയായി വന്നതാണ്. നല്ല കുടുംബത്തിലേക്ക് കയറി വന്നതാണ്. പക്ഷേ ഉപ്പുതൂണായി പോയി പ്രിയപ്പെട്ടവർ. ലോക ചരിത്രത്തിൽ ഇന്നും വിശ്വാസികൾക്ക് ഒരു ദൃഷ്ടാന്തമായി ലോത്തിന്റെ ഭാര്യ നിൽക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, എൻ്റെ അവസ്ഥ എന്താണ്? ഞാൻ പറക്കാൻ ഒരുങ്ങിയോ? ഇനിയും താമസിക്കണോ പ്രിയപ്പെട്ടവർ? ഇനിയും വൈകണോ? ഇനിയും രൂപാന്തരപ്പെടാൻ നാം ഇനിയും വൈകണമോ? ഇനിയും സമർപ്പണം വൈകണമോ? കുറച്ചുകൂടെയും കഴിഞ്ഞുകൊള്ളട്ടെ. ഇപ്പൊ നല്ല യൗവനമല്ലേ, ഇപ്പൊ നല്ല യൗവനത്തിന്റെ പ്രസരിപ്പുള്ള കാലമല്ലേ, കുറച്ചുകൂടെയും കഴിഞ്ഞോട്ടെ. പ്രിയപ്പെട്ട സഹോദര, നനയാത്ത നാഴികയിൽ മനുഷ്യപുത്രൻ വരുന്നത് കൊണ്ട് നീ എപ്പോഴും ഒരുങ്ങിയിരിക്കുക എന്നാണ് ദൈവത്തിൻ്റെ വചനം. നനയാത്ത നാഴികയിൽ മനുഷ്യപുത്രൻ വരും. പ്രിയപ്പെട്ടവർ, ഇതൊരു സത്യമല്ലേ? ഞാനും വളരെ ഭയത്തോടെ ഇത് പറയുക. നനയാത്ത നാഴികയിൽ. ഒരുപക്ഷെ ഞാൻ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോഴായിരിക്കാം, അല്ല ഞാൻ ഒരുപക്ഷെ ബാത്റൂമിൽ കുടിച്ചുകൊണ്ടിരിക്കുമ്പോഴായിരിക്കാം, അല്ല ഞാൻ ഉറങ്ങുമ്പോഴായിരിക്കാം. ഇവിടെ ഈ ഹോളിൽ വന്ന് കാലുകുത്തിയ നമ്മളെത്ര പേര് പറക്കും പ്രിയപ്പെട്ടവർ? ഇതെല്ലാം തികച്ചും വ്യക്തിപരമായ ചില ഉറപ്പുകളാണ്. വ്യക്തിപരമാണ് ഈ ഉറപ്പ്. ശരിയാണ്, നാം കൂട്ടായ്മയ്ക്ക് വരുന്നുണ്ട്, വളരെ സന്തോഷമാണ്. പക്ഷേ നാം ഒരുപക്ഷെ കൂട്ടായ്മയിൽ ഇരിക്കുമ്പോഴാണെങ്കിലും യേശുക്രിസ്തുവിൻ്റെ കാഹള ശബ്ദം എൻ്റെ ചെവിയിൽ കേൾക്കുമോ? ഞാൻ യേശുക്രിസ്തുവിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ഒരു ദൈവീതനാണോ? ഞാൻ മണവാട്ടി സഭയിലെ ഒരു അംഗമായി തീർന്നിട്ടുണ്ടോ? യേശുക്രിസ്തുവിൻ്റെ ഹൃദയത്തിൽ തേജസ്സോടെ വസിക്കുന്നുണ്ടോ? യേശുക്രിസ്തു ദുഃഖിക്കുന്ന ഒന്നും എൻ്റെ ജീവിതത്തിൽ വരില്ല എന്നുള്ള നിർബന്ധം മകളെ നിനക്കുണ്ടോ? എൻ്റെ നാവ് ഞാൻ സൂക്ഷിക്കുമെന്നുള്ള തീരുമാനം നിന്റെ ഹൃദയത്തിലുണ്ടോ? എത്രയോ നാളായി വചനം കേൾക്കുന്നു. കുടുംബത്തിൽ സാക്ഷ്യമുണ്ടോ? ഭർത്താവിനെ അനുസരിച്ചും വിനയപ്പെട്ടും കീഴ്പ്പെട്ടും വിധേയപ്പെട്ടുമാണോ നിൽക്കുന്നത്? എൻ്റെ സ്വഭാവം മാറിയോ? സഹോദരൻ്റെ കോപം മാറിയോ? നിന്റെ ഹൃദയത്തിൽ ഇപ്പോഴും ആരോടെങ്കിലും വാശിയോ, ഇഷ്ടക്കുറവോ, നീരസമോ, പരിഭവമോ, പരാതിയോ, ദേഷ്യമോ, അകൽച്ചയോ ഇപ്പോഴും ഹൃദയത്തിന്റെ അടിത്തട്ടിൽ കിടക്കുന്നുണ്ടോ? നീ നിന്നെ തന്നെ പരിശോധിക്കാറുണ്ടോ? പ്രിയപ്പെട്ടവരെ, ശുദ്ധീകരണം പ്രാപിക്കാനുള്ള ഒരു ഉത്സാഹം നമുക്കുണ്ടോ? പാപം വരരുതെന്നുള്ളതായ ഒരു നിർബന്ധം നമുക്കുണ്ടോ? കൂട്ടായ്മ കൂടുന്ന സന്തോഷമാണ് പ്രിയപ്പെട്ടവരെ. എന്നാൽ കേട്ട വചനത്തിനനുസരിച്ച് എൻ്റെ ജീവിതം മാറിയോ നാം ചിന്തിക്കാറുണ്ടോ? അതാണ് പ്രിയപ്പെട്ടവരെ കാതലായ വിഷയം. അതാണ് കർത്താവിൻ്റെ കാഹളധ്വനി കേൾക്കുമ്പോൾ നമുക്കെല്ലാവർക്കും പറന്നു വരണം. പ്രിയപ്പെട്ടവർ, നാം പറക്കേണ്ടവരാണ്, നാം രൂപാന്തരപ്പെടേണ്ടവരാണ്. അടുത്ത വീണ്ടും താഴോട്ട് വായിച്ച്, ദ്രവത്വമുള്ളത് അദ്രവത്വത്തെയും ഈ മർത്യമായത് അമർത്യത്തെയും ധരിക്കുമ്പോൾ മരണം നീങ്ങി ജയം വന്നിരിക്കുന്നു എന്ന് എഴുതിയ വചനം നിവൃത്തിയാകും.
ഹേ മരണമേ നിന്റെ ജയം എവിടെ? അപ്പോസ്തലൻ പറയുകയാണ്, ഹേ മരണമേ നിന്റെ ജയം എവിടെ? ഹേ മരണമേ നിന്റെ വിഷമുള്ള എവിടെ? ഹേ മരണമേ നിന്റെ വിഷമുള്ള എവിടെ? മരണത്തിന്റെ വിഷമുള്ള പാപം, മരണത്തിന്റെ വിഷമുള്ള പാപം, പാപത്തിന്റെ ശക്തിയോ ന്യായപ്രമാണം. പാപത്തിന്റെ ശക്തിയോ ന്യായപ്രമാണം. പ്രിയപ്പെട്ടവരെ, പാപത്തെയും മരണത്തെയും പാതാളത്തെയും ജയിച്ച് ജയാളിയായ ക്രിസ്തു നമ്മുടെ കൂടെയുണ്ട്. അതുകൊണ്ടാണ് അപ്പോസ്തലൻ പറഞ്ഞത്, നീ ഉറപ്പുള്ളവരായിരിക്കാൻ. നാം മനുഷ്യരുടെ പിന്നാലെയല്ല പോകുന്നത്, ഏതെങ്കിലും ഒരു കൂട്ടായ്മയുടെ പിന്നാലെയല്ല പോകുന്നത്. യോഹന്നാൻ സാർ പറഞ്ഞിട്ടുണ്ട്, ഇതൊരു പ്ലാറ്റ്ഫോം മാത്രമേ ഉള്ളൂ. യേശുക്രിസ്തുവിനെ അറിയുവാനും, യേശുക്രിസ്തുവിനെ സ്നേഹിക്കുവാനും, യേശുക്രിസ്തുവിനെ ആരാധിക്കുവാനും, യേശുക്രിസ്തുവിന് വേല ചെയ്യുവാനുമുള്ള ഒരു പ്ലാറ്റ്ഫോം മാത്രമാണ് കൂട്ടായ്മ. ഈ പ്ലാറ്റ്ഫോം നമുക്കുള്ളത് കൊണ്ടാണ് എനിക്കിന്ന് ദൈവത്തിന് വചനം പറയാനിടയായത്. എനിക്ക് ദൈവത്തിന് വേല ചെയ്യാനുള്ളതായ അവസരം അതുകൊണ്ടാണ്. ഇതൊരു പ്ലാറ്റ്ഫോം മാത്രമാണ്. പ്രിയപ്പെട്ടവർ, നമ്മെ കൂട്ടായ്മ രക്ഷിക്കില്ല, നമ്മൾ ഒരു ദൈവമക്കളും രക്ഷിക്കില്ല. രക്ഷകൻ ഒരുവൻ മാത്രമേ ഉള്ളൂ, അവൻ പാപിക്ക് വേണ്ടി ക്രൂശിൽ മരിച്ചവനാണ്. പ്രിയപ്പെട്ടവരെ, വീണ്ടും അപ്പോസ്തലൻ താഴോട്ട് പറയുന്നുണ്ട്, നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം, നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം നമുക്ക് ജയം നൽകുന്ന ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. അപ്പോസ്തലൻ നല്ല ഉറപ്പുണ്ടായിരുന്നു. അതുകൊണ്ടാണ് അപ്പോസ്തലൻ പറഞ്ഞത്, നിങ്ങൾ ഉറപ്പുള്ളവരായിരിക്കണം, നിങ്ങൾ കുലുങ്ങാത്തവരായിരിക്കണം. നിങ്ങളുടെ പ്രയത്നം കർത്താവിൽ വ്യർത്ഥമല്ല എന്നറിഞ്ഞ് നിങ്ങൾ കർത്താവിൻ്റെ വേലയിൽ വർദ്ധിച്ചു വരണം. പ്രിയപ്പെട്ടവരെ, നമുക്ക് നമ്മുടെ കണ്ണുകളെ ഒരു നിമിഷം അടയ്ക്കാം. നാം ഈ കേട്ട വചനത്തിന്റെ അടിസ്ഥാനത്തിൽ ഈ അനുഗ്രഹിപ്പിക്കേണ്ട നിമിഷത്തിൽ നിങ്ങൾ ക്രൂശിലേക്ക് മാത്രം നോക്കുക. നിങ്ങളുടെ കണ്ണ് വേറെ ഒരിടത്തേക്കും പോകരുത്. പ്രിയപ്പെട്ടവരെ, നമുക്ക് വേണ്ടി തകർക്കപ്പെട്ട് കിടക്കുന്ന ആ യേശുവിനെ നോക്കിയിട്ട്, മകനെ നിനക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? പ്രിയപ്പെട്ട സഹോദരി, നിനക്ക് എന്തെങ്കിലും അവനോട് അറിയിക്കാനുണ്ടോ ഈ ഉച്ച സമയത്ത്? യേശുവേ, നീയാണല്ലോ എനിക്ക് വേണ്ടി തകർക്കപ്പെട്ടത്, നീയാണല്ലോ എനിക്ക് വേണ്ടി ജീവൻ വെടിഞ്ഞത്, നീയാണല്ലോ എന്നെ രക്ഷിച്ചത്, നീയല്ലേ എനിക്ക് വേണ്ടി നിന്റെ തിരുവിലാവ് തുറന്നത്, നീയല്ലേ എനിക്ക് വേണ്ടി ഇതാ ക്രൂശിൽ ജീവരക്തം ഒഴുക്കി. ഞാനിപ്പോൾ ആ ക്രൂശിലേക്ക് നോക്കുകയാണ്. ഞാൻ എന്റെ ജീവിതം ആ പരിശുദ്ധ പാദപീഠത്തിൽ സമർപ്പിക്കുകയാണ്. ആരെല്ലാം തീരുമാനം എടുക്കുന്നുണ്ട് പ്രിയപ്പെട്ടവരെ? ആർക്കെല്ലാം തീരുമാനം വരുന്നുണ്ട്? ആരെല്ലാം യേശുവിനോട് വാക്ക് പറയുന്നുണ്ട്? യേശുവേ, ഞാൻ ഇന്ന് മുതൽ യേശുവിന്റെ ഒരു കാതു തുളച്ച അടിമയായിരിക്കും. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദര, നീ നിന്റെ ഹൃദയത്തിൽ ആ തീരുമാനം എടുക്കുക. യേശുവേ, ഞാൻ ഇന്ന് മുതൽ എനിക്ക് വേണ്ടി ക്രൂശിൽ മരിച്ച യേശുക്രിസ്തുവിന്റെ ഒരു അടിമയായിരിക്കും. ഹല്ലേലൂയ. അടിമയായി തീരുമാനിക്കുന്നവരുടെ നെറ്റിമേൽ യേശു ക്രിസ്തുവിന്റെ കുരിശടയാളം അവന്റെ ക്രൂശിനോട് ചേർത്ത് ഇതാ അവന് കാത് കുത്തിത്തുളയ്ക്കുകയാണ്. കാത് കുത്തിത്തുളയ്ക്കുന്നവൻ അവൻ യേശുവിന് നിത്യ അടിമയാണ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ കാത് തുളയ്ക്കാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? നിങ്ങളുടെ ചെവി തുളയ്ക്കാൻ ആഗ്രഹമുണ്ടോ? ചെവി തുളച്ച, കാത് തുളച്ച ഒരു നിത്യ അടിമയാവാൻ ആരെല്ലാം തീരുമാനം എടുക്കുന്നുണ്ട്? തീരുമാനം സ്വർഗം കാണട്ടെ, സ്വർഗം കുറിച്ചു വയ്ക്കട്ടെ, സ്വർഗം അവരുടെ നെറ്റിമേൽ മുദ്രയിടട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്വർഗം ഇതാ അനേകരുടെ നെറ്റിമേൽ മുദ്ര കുത്തുന്ന ഒരു സമയമാണിത്. ആരെല്ലാം പ്രാർത്ഥിക്കുന്നുണ്ട്, ആരെല്ലാം സമർപ്പിക്കുന്നുണ്ട്, അവരുടെ തലമേൽ യേശുവിന്റെ കരം വരികയാണ്. യേശുവിന്റെ തിരുരക്തം അവരുടെ നെറ്റിമേൽ മുദ്രയിടുകയാണ്. മകനെ, നീ തീരുമാനം എടുക്കുക, ജീവിതം സമർപ്പിക്കുക, യേശുവോട് വാക്ക് പറയുക. യേശു നിങ്ങളെ അനുഗ്രഹിക്കട്ടെ, യേശു നിങ്ങളുടെ നെറ്റിമേൽ മുദ്രയിടട്ടെ, യേശുവിന്റെ ആത്മാവിന്റെ കൃപ നിങ്ങളുടെ മേൽ തീയായി ഒഴുകി വരട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കരുണയുള്ള ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഈ നല്ല ദിവസത്തിനായി സ്തോത്രം. ഞങ്ങളുടെ മധ്യത്തിലേക്ക് അവിടെ നിന്ന് എഴുന്നള്ളി വന്നതിനായി സ്തോത്രം. ഈ മക്കളെ അവിടെ നിന്ന് അനുഗ്രഹിച്ചതിനായി സ്തോത്രം. തന്ന എല്ലാ നന്മകൾക്കും അനുഗ്രഹങ്ങൾക്കുമായി സ്തോത്രം. ക്രിസ്തുയേശുവിന്റെ വലിയ നാമത്തിൽ അടിയങ്ങളുടെ എളിയ പ്രാർത്ഥന കേൾക്കണം പിതാവേ. ആമേൻ.